ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ആക്റ്റീവ 4G വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ബാക്കിൻ്റെ. അതേപോലെ ടയറിൻ്റെ ആയാലും അത്യാവശ്യം ഓടിക്കാനുള്ള കണ്ടീഷൻ ഉണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എയർ ഫിൽറ്റർ കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അടുത്ത സർവീസിലൊക്കെ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ നമുക്ക് അടുത്ത നെക്സ്റ്റ് സർവീസിൽ ഒരു വർഷം മാറ്റേണ്ടി വരും. കാരണം അത്യാവശ്യം പൊടി ഉണ്ട് കുറച്ച്, പക്ഷേ ഇത് വലിയ പഴക്കമില്ലാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ക്ലീൻ ചെയ്ത് കയറ്റിയിടാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ പൊടി കാര്യങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയുടെ പ്രസൻസ് നല്ല രീതിയിലുണ്ട് ക്ലച്ചിനകത്ത്. പിന്നെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റാണ്. അത് നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. അതിൻ്റെ ഈ ഒരു വീലിന് സെൽഫ് അടിക്കുമ്പോൾ വന്ന് ടച്ച് ആവുന്ന ബെൻഡെക്സ് പിടിക്കുന്ന വീലാണ്. അതിൻ്റെ ഇവിടുത്തെ പല്ലുകളൊക്കെ ഒടിഞ്ഞൊരവസ്ഥയിലാണ്, അടന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിട്ടിരിക്കാൻ എന്ത് പറ്റുമെന്ന് വെച്ചാൽ മൊത്തം വീല് പോകാമെന്ന് മാത്രമല്ല ബെൻഡെക്സും കംപ്ലൈൻറ്റിലേക്ക് വരും. കാരണം ബെൻഡെക്സിൻ്റെ ഈ പല്ല് വന്നിട്ടുണ്ട് ഇതുമ്പോൾ ഒന്ന് കയറി വന്ന് അടിക്കാം. നമ്മൾ സെൽഫ് അടിക്കുമ്പോൾ ഇതായിട്ട് കയറി വരും, ആ വീലുമ്പോൾ വന്നിട്ടാണ് ടച്ച് ആവാം. അപ്പോൾ ഇപ്പം നിലവിൽ ബെൻഡെക്സിൻ്റെ പല്ലുകൾക്ക് ഡാമേജ് വന്നിട്ടില്ല, ചെറിയൊരു തേമാനം ഉണ്ടെന്നല്ലാണ്ട് ഈ പല്ലിനൊക്കെ ചെറിയൊരു തേമാനമുണ്ട്. പക്ഷേ നമുക്ക് മേജറായിട്ട് ഡാമേജ് വന്നേക്കുന്നത് ഈ വീലിനാണ്. അപ്പോൾ അതിൻ്റെ പല്ലുകളൊക്കെ ഇവിടെ അടന്നേക്കുന്ന ഒരു അവസ്ഥയുണ്ട് കണ്ടോ. അപ്പോൾ അതൊന്ന് ഈ വീല് മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിടാം. ബാക്കിയത്തൊക്കെ ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. ബെൽറ്റ് ആയാലും ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ഹോണ്ടയുടെ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ താക്കോൽ ഒടിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹെഡിൻ്റെ സൈഡ് ചെറിയൊരു ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ ആരംഭമാണ്, ചെറിയൊരു നനവുള്ളൂ. ആ പൊടി ഇങ്ങനെ പിടിച്ചിരിക്കുന്നതിന് നമുക്ക് കൂടുതലായിട്ട് തോന്നുന്നുള്ളൂ, പക്ഷേ കാര്യമായിട്ടുള്ളതില്ല. അത് ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ചോക്ക് കേബിൾ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രശ്നമില്ല. അടുത്ത സർവീസ് ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം പൊടിക്ക് ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിളും ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യേണ്ട, നെക്സ്റ്റ് സർവീസിൽ ചെയ്താൽ മതി. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ടിലത്തെ ബുഷുകൾ ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അഴിച്ചു നോക്കിയിട്ട് ആ കോളർ മാത്രം മതി, മറ്റേ ആ കോളർ മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ഗ്രീൻ ബുഷൊക്കെ നമുക്ക് തൽക്കാലം ഇത് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. ഫ്രണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് അടുത്ത സർവീസിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഫ്രണ്ട് ബ്രേക്ക് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്. കൂട്ടത്തിക്കൂടെ നമുക്ക് ഈ ബ്രേക്കിൻ്റെ കേബിളുകളും മാറ്റേണ്ടി വരും. അതൊക്കെ നെക്സ്റ്റ് സർവീസിൽ ചെയ്താൽ മതി. കേബിൾ മാറുന്ന കൂട്ടത്തിക്കൂടെ ലൈൻഡർ മാറ്റിയിട്ടാൽ മതി. ഫ്രണ്ട് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനൊന്നും വേറെ പറയാത്ത കംപ്ലൈൻ്റ് ഒന്നുമില്ല. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2022 മോഡൽ ആമറോണാണ് ഇരിക്കുന്നത്. നമുക്ക് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 12.92 കിട്ടുന്നുണ്ട് വോൾട്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് വാല്യൂസായിട്ട് കാണിക്കുന്നത് ഡാമേജ് ആയിട്ടാണ്, കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് നിലവിലിപ്പോൾ ഇല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും സെൽഫ് കംപ്ലൈൻറ്റ് കാണിക്കാം. കാരണം ബാറ്ററിയുടെ ചെറിയൊരു പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോൺസെപ്റ്റ് ചെറിയൊരു അടിയുണ്ട്. ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് നല്ലൊരു അടി കാണിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ കോൺസെപ്റ്റിൻ്റെ കംപ്ലൈൻറ്റ് ആരംഭമാണ് കേട്ടോ. തൽക്കാലം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം ടൈറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. നേരെ മറിച്ച് ബെയറിങ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹാൻഡിലും ബലം ടൈറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ ഓപ്ഷനില്ല, മാറ്റിയിടേണ്ടതായിട്ട് വരും. അപ്പോൾ അത് നോക്കിയിട്ട് നെക്സ്റ്റ് സർവീസിൽ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് മാറ്റാം. തൽക്കാലം നമുക്ക് ഈ സർവീസിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. സ്പാർക്ക് പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ കൂട്ടത്തിൽ മാറ്റി പോയാൽ മതി. എഞ്ചിൻ ഓയിൽ നോക്കുമ്പോൾ മാറ്റേണ്ട പീരീഡ് ആയിട്ടുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്ററും കൂടി നമുക്കൊന്ന് കൂട്ടത്തിൽ കൂടെ നോക്കി പോയേക്കാം. അപ്പോൾ മെയിനായിട്ട് ഇത്തരം കേസുകളാണ് മെയിനായിട്ട് ചെയ്യേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറണം. അതേപോലെ തന്നെ ആ ക്ലച്ചിനകത്ത് വരുന്ന ആ വീൽ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് തരണം. സെക്കൻഡറി ഫിൽറ്റർ നോക്കിയിട്ട് പറ്റുന്നുണ്ടെങ്കിൽ സെക്കൻഡറി ഫിൽറ്ററും കൂടി ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത്രയും കേസാണ് മെയിനായിട്ട് വന്നോളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി.